സ്വാഗതം. ഇതൊക്കെ പഴയ ഉടുപ്പുകളതാ കയ്യില്ലാത്ത കേട്ടോ. സാരമില്ല, നമുക്ക് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് ഇന്നും ഷുഗറുകാർക്കുള്ള ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത്രയും പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചക്കറിയാണ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പച്ചക്കറിയാണ് ഈ കൂടുതൽ കഴിക്കുന്നത്. ചോറ് ഇപ്പോൾ ഒരു പാത്രമാണെങ്കിൽ ഇവിടെ ഇത്രയോ കാണത്തുള്ളൂ ചോറ്, ബാക്കി പച്ചക്കറി. 2 പേരാണ് ഇത് കഴിക്കാൻ. ഒരു 11 മണിക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാം. ഒരു മുട്ടയും പുഴുങ്ങി ഒരു 11 മണിക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാം. അപ്പം അത് നല്ലൊരു കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഗ്യാസ് ഓണാക്കി കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എല്ലാ പാചകത്തിന് ഫുള്ളും വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് ആവിയിലിരുന്നാണ് വേവുന്നത്. ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിക്കാറില്ല. ആവിയിലിരുന്ന് അത് വേവും. അപ്പം ഇപ്പോൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടല്ല, ഒന്ന് തിളയ്ക്കണം. ഇതിലേക്ക് കടുക് പൊട്ടും. അപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇന്ന് കിട്ടിയേക്കുന്ന മീൻ നിങ്ങളെ കാണിക്കുന്നില്ല ഞാൻ, കാരണം ചാളയാണ്, പൊടിച്ചാള. ഇപ്പം അതേ ഉള്ളു. ചന്തയിൽ ചെന്നാലും വലുതായിട്ട് മീനുകളൊന്നുമില്ല. ഇവിടെ കൊണ്ടുവന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ വലിയ ചാളകളൊക്കെ അമ്മമാർ കയറ്റി അയക്കുക. നമുക്കൊന്നും കിട്ടുന്നില്ല. കടുകിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇത്രയും പച്ചക്കറികൾ ഞാൻ കുഞ്ഞാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വഴുതനയുണ്ട്, മത്തങ്ങയുണ്ട്, വെള്ളരിക്കയുണ്ട്, തടിയങ്ക ഉണ്ട്, എല്ലാം ഉണ്ട്. പച്ചക്ക ഉണ്ട്, സവാള ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത്യാദി കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇത് നവയും കാണും. ഞാൻ പറഞ്ഞതുപോലെ 11 മണിക്ക് ഇവിടെ എല്ലാ ദിവസവും ഓരോ മുട്ട കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 11 മണിക്കൊരു ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വെറുതെ കഴിക്കുകയും ചെയ്യുക. ഒന്ന് ഇളക്കി വെക്കുക, അടച്ച് വെക്കുക. അടച്ചു വെക്കുന്ന ഇതിനകത്ത് 2 പച്ചമുളക് ഇടുന്നു കേട്ടോ. 2 പച്ചമുളക്. കാരണം എന്താണെന്നറിയാം, കുറച്ച് എരിയില്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല. അപ്പം 2 പച്ചമുളക് ഞാൻ ഇടും. ഇഷ്ടംപോലെ പച്ചമുളക് ഉണ്ട് ഇവിടെ. അപ്പം 2 പച്ചമുളക് നമുക്ക് ഇടാം. ഞാൻ 2 പച്ചമുളക് ഇടാൻ പോവാം കേട്ടോ. എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ പച്ചക്കറികൾ നമ്മൾ വെട്ടുന്നത് കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ കമ്പോസ്റ്റിന് സാധനം കാണും. കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഇതിനൊക്കെ വളം വേണ്ടേ. അപ്പം കുറച്ചല്ലാതെ നമുക്ക് പിന്നെ ഇവിടെ അടുത്തുനിന്ന് കുറച്ച് ആട്ടിൻ്റെ കാട്ടം, പിന്നെ അതുപോലെ തന്നെ ചാണകമൊക്കെ കിട്ടും. അതെല്ലാം കൂടെ ഉണക്കി ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെയൊക്കെ ചുവടുകളിൽ ഇട്ട് കൊടുക്കാൻ ഇഷ്ടംപോലെ നമുക്ക് ഫലം തരും. അപ്പം ഇതൊന്ന് ആവട്ടെ. അടപ്പ് വെച്ച് അടയ്ക്കണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ കണ്ടില്ല. ഇവിടെ വെച്ച് അടച്ചു. ഇതാ ഈ പരുവമായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണ്ടുന്ന ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ്. ഇനി അല്പം മാത്രം പേരിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കേട്ടോ. പേരിന് വേണ്ടിയിട്ട് മാത്രം മഞ്ഞൾപ്പൊടി കുറച്ചും കൂടെ. ഇത് കണക്ക് നിങ്ങൾക്ക് അമ്മച്ചിമാരോ അമ്മമാരോ അപ്പന്മാരോ ബാക്കി ആരെങ്കിലും ഒക്കെ ഷുഗറുകാരുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ 11 മണിക്ക്
കണ്ടില്ലായിരുന്നില്ലേ? പറഞ്ഞായിരുന്നു ഞാൻ കാര്യങ്ങൾ. 11 മണിക്ക് എന്തെങ്കിലും ഒരു മുട്ടയോ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ, മുട്ടൊന്നും കൊടുത്തില്ലേലും വേണ്ടിയില്ല, അതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പം ഇത് കുറച്ച് വേവിച്ച് ഉപ്പും എല്ലാം ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കാണും അതിന്. അപ്പം അതങ്ങോട്ട് കൊടുക്കുക. അപ്പം അവർ ഊണ് കഴിക്കുമ്പോഴത്തേന് അവർക്ക് അധികം ചോറ് കഴിക്കേണ്ടി വരത്തില്ല. മനസ്സിലാവുന്ന? അപ്പം അവർക്ക് നല്ലതാണത്. അപ്പം ഞാൻ ഇത് കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ ആകുമ്പോൾ അത് ഇതിൻ്റെ കറക്റ്റാകും. ഇൻ ബിറ്റ്വീൻ ഞാൻ മീൻകറിക്കും കൂടെ വെച്ചിട്ടുണ്ട്, തിളപ്പിക്കുന്നുണ്ട്. ഇത് മുളക് കറി ഒരിച്ചിരി തേങ്ങയും അങ്ങോട്ട് അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ മീൻ വെട്ടുകാണ്ട് ഏപ്രണൊക്കെ ഇട്ട് മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിപ്പോൾ അങ്ങ് റെഡിയാവും. ചോറ് അടുപ്പിലാണ് വെച്ചത് ഞാൻ. ഓക്കെ. ഇത് കവറുകളൊക്കെ തൂക്കി ഇട്ടേക്കുന്നത് എന്താണെന്നറിയാം, സാധനങ്ങൾ വാങ്ങിക്കുന്ന കവർ കഴുകി ഒന്ന് ഇങ്ങനെ ഒരു കമ്പിക്കകത്ത് കൊരുത്ത് അതിൻ്റെ വെള്ളം പോകുന്ന ഭാഗം ഇങ്ങനെ ഇട്ടാൽ കണ്ട, ഇങ്ങനെ ഇട്ടാൽ എല്ലാം വെള്ളമെല്ലാം പോയി നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പം നമ്മുടെ ഹരിതകർമ്മക്കാർ വരുമ്പം അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം ഇതിനകത്തെ. അത് തന്നെ ഇട്ടേക്കുമോ ഞാൻ. ഏപ്രണി വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വന്നു ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ഇത് ആയേക്കുന്നുണ്ട്. കൊള്ളാം. ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് മതിയാണ്. എന്നാലും ഒരു ലേശം ഇതിൻ്റെ കുറവുണ്ട്. ലേശം മാത്രം ഇട്ടാൽ മതി, അധികമാവരുത്. നിങ്ങൾക്ക് ഉപ്പിനനുസരിച്ച്. നമുക്കിവിടെ ഉപ്പ് കുറവായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഗുണമുള്ള ഒരു സംഭവം ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി ഇതിന് ഗുണത്തിനും മണത്തിനും വേണ്ടിയിട്ട് അപ്പോൾ ഇച്ചിരി കറിവേപ്പിലേക്ക് ഇട്ടാലോ. പിന്നെ ഞാൻ മീന് നല്ല വെള്ളിക്കുട്ടന്മാരാക്കിയിട്ടുണ്ട്, അതിട്ട് കൊടുക്കാൻ പോവാം. വെള്ളമൊക്കെ നല്ല തിളച്ച് സുന്ദരിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഇതങ്ങോട്ട് ഇട്ട് കൊടുത്ത് എളുപ്പമാക്കാം നമുക്ക്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നന്നായിട്ട് തിളയ്ക്കണം. തിളയ്ക്കുമ്പം ഞാൻ നമ്മുടെ തേങ്ങയില്ലേ, തേങ്ങ കുറച്ചൊന്ന്, ഇത് നല്ലതുപോലെ നിങ്ങൾക്ക് എൻ്റെ മീൻകറികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൂടുതലും എങ്ങനെയാണ് ഞാൻ വെക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്. മുളക് കറിയൊക്കെ വെക്കുവാണെങ്കിൽ മുളക്, മല്ലി, മഞ്ഞൾ ഇത് കുതിർത്തിട്ടേ ഞാൻ എണ്ണയിലിട്ടൊന്ന് വഴറ്റും, എന്നിട്ടാണ് ഇടുന്നത്. അതറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് സെറ്റ് ആകുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചങ്ങോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കും. മനസ്സിലായ? അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും അങ്ങോട്ട് ഞെരടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഗുണവും കിട്ടും, മണവും. അപ്പം അത് ഞാൻ ചെയ്യാൻ പോകും. എടുത്തെടുക്കട്ടെ. കറിവേപ്പിലയും മീൻകറിക്കും വേണം. അപ്പോൾ കുറച്ചെടുത്ത് ഒന്ന് കഴുകി ഒന്ന് ഞെരടി എടുക്കാം. ഞെരടി അതിനകത്തോട്ടിടാം. എന്നിട്ട് ഇനി എനിക്കുള്ള കടി എന്ന് പറഞ്ഞാൽ അരി ഊറ്റി വെച്ചേക്കുന്നുണ്ട്. മംഗലത്തിലാണ് അരി വെക്കുന്നത്. ഇവിടെ മംഗലത്തിൽ തന്നെ നമ്മൾ വെക്കുന്നത്. അതിൻ്റെ പ്രത്യേക ഒരു ഗുണമാണ്. അപ്പം നമുക്ക് കുറച്ച് ഗുണത്തിനും മണത്തിനും വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഗുണവും കിട്ടും, മണവും കിട്ടും. ഇങ്ങനെ നീ എവിടെ എന്നിട്ട് അപ്പം നമുക്ക് നല്ലതാണ്. ഷുഗറുകാർക്ക് ഏറ്റവും ഗുണമാണ്. കാരണം വയറ് നിറയും ഇത് കഴിക്കുമ്പോൾ. അപ്പം നമ്മൾ ചോറ് വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പം അതേ കണക്ക് നിങ്ങളുടെ അമ്മച്ചിമാര്, അമ്മമാര്, അപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രിഫർ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ കടയിൽ വെട്ടുമലക്കറി കിട്ടും. നമ്മൾ തൂക്കി മേടിക്കുമ്പോൾ വില കൂടുതലാണെന്നുണ്ടെങ്കിൽ വെട്ടുമലക്കറി മേടിക്കുക, അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. 100 രൂപയ്ക്കൊക്കെ കിട്ടും വെട്ടുമലക്കറി. അപ്പം അതങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഗുണമാണ്.
ഷുഗറുകാർ അധികം നമ്മുടെ എന്താണ് ഒരുപാട് ചോറ് തിന്നത്തില്ല. ഒരു നുള്ള് കേട്ടാ, ഒരു നുള്ള് തക്കാളി ഞാൻ അതിടണമെന്ന് വിചാരിച്ചത് മറന്നു. ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പം അതിനകത്തൊന്ന് എളുപ്പം പിടിക്കും. കുഞ്ഞായിട്ട് കണ്ടല്ലേ നിങ്ങൾ. ഈ മീൻകറിയും ഉപ്പാവും. ഞാൻ ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ട്രൈ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഞാൻ. എല്ലാ പച്ചക്കറി ഐറ്റംസും ഇടാം. പിന്നെ പൊട്ടറ്റോ ഇടാതിരിക്കുക. ഓക്കെ, ഷുഗറുകാരായതുകൊണ്ട് പൊട്ടറ്റോ. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് വേണമെങ്കിൽ ഇടാം. എൻ്റെ മീൻ കണ്ടാവുന്നത് മീൻകറി. അപ്പം ഞാൻ ഇത് നല്ല തിളച്ചിപ്പോൾ സെറ്റാവും. ഞാൻ തീ കൂട്ടി വെച്ചേക്കുവാണ്. തിളച്ച് സെറ്റായി കഴിഞ്ഞാൽ ഞാൻ ഒരു സ്വല്പം തേങ്ങയും കൂടെ അങ്ങോട്ട് അരച്ചതങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ, വറുക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ്. പിന്നെ ഞാനിങ്ങനെ അങ്ങ് ഇട്ട് സാരമില്ലെന്ന് വിചാരിച്ചു. കാണിച്ചു തരാം. ഞാൻ നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിൽ അരച്ച് അതങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ട, സൂപ്പറായത് ഇങ്ങനെ വെച്ചാൽ. അപ്പം റെഡിയാവും. ഒരു 5 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ, അപ്പോഴത്തേന് റെഡിയാവും. ഇത് കറികൾ പെട്ടെന്ന് വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. നമുക്ക് മീൻകറി വെക്കണം, മീനെല്ലാം വെട്ടിയെടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ടൈം ഒരുപാട് പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മസാല അങ്ങ് കൂട്ടി അടുപ്പിലോട്ട് വെക്കുക. മസാല കൂട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് മീൻ വെട്ടിയിട്ട് കൊണ്ടുവന്നും കിട്ടാം. എളുപ്പ കാര്യം നടക്കും. തേങ്ങാക്കറിക്ക് മാത്രം ഇങ്ങനെ തേങ്ങാക്കറി വെക്കുന്നതിന് ഇങ്ങനെ ഇച്ചിരി അങ്ങോട്ട് തേങ്ങ ആക്കിയിട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നോക്കെ ആ കറിയുടെ ടെക്സ്ചർ ഒന്ന് നോക്കെ. ഇനി ഒന്ന് തിളച്ചൊന്ന് സെറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ കറി വരും. ഉപ്പൊന്ന് നോക്കട്ടെ. കുടംപുളിയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ പുളിയുണ്ട്, പക്ഷേ നമുക്ക് ഉപ്പ് ഇച്ചിരിയുടെ ആവശ്യമുണ്ട് ചേർത്ത് കൊടുക്കേ. കാരണം പുളി ഉണ്ടെങ്കിലും ഉപ്പ് കറക്റ്റിനല്ലെങ്കിൽ ഉണ്ടല്ലോ ആ കറിക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല. ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള ഉപ്പ് ഇടുക. ഒന്ന് കഴുകട്ടെ സ്പൂണ്. കണ്ടല്ലേ. യഥാർത്ഥത്തിൽ ഇത് കാണിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. ഒരുപാട് എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ പച്ചക്കറി. അപ്പം ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ഷുഗറുകാർക്ക്. അല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ, അതായത് വെള്ളമൊന്നും കോരി ഒഴിച്ച് അതിനെ അങ്ങനെ കറി വെച്ചെടുക്കാതെ വെള്ളമില്ലാതെ ആവിയിൽ വേവിച്ചെടുത്താൽ മാത്രമാണ് ആ ടേസ്റ്റ് വരുന്നത് കേട്ടോ. വെള്ളം കോരി ഒഴിച്ച് ഒത്തിരി വെള്ളമൊക്കെ കോരി ഒഴിക്കുമ്പോഴത്തേനും, കാരണം നമ്മുടെ പച്ചക്കറികളിലെ ഐറ്റംസ് വെള്ളം കൊള്ളികളാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം മതി അത് വേവാൻ. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്തേ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളതിൻ്റെ, ഇന്നലെ ഞാനൊരു ചീര ഇട്ടിരുന്നു കേട്ടോ. അത് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരുതരം ചെടിയല്ല അത് കേട്ടോ. അതൊരു ചീരയാണത്. പിന്നെ തവിഴാമയും അല്ല. തവിഴാമ എന്ന് പറയുന്ന ഒരു പോച്ച ടൈപ്പ് ഉണ്ട്, അതായത് പുല്ല് ടൈപ്പ്. അതും അല്ലത്. ഇത് ആ പ്രത്യേക ചീരയാണത്. ഓക്കെ, വേറെ ഒരു നമുക്കറിയാവുന്ന അങ്ങനെയാണ്. വീട്ടിലുണ്ടോ എന്ന് എഴുതി ചോദിച്ചെനിക്ക് കമൻറ്റ്. നമ്മുടെ വീട്ടിലുണ്ടത്. മോടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ വെറും ഇലകൾ മാത്രമാണ് നമ്മൾ ഇന്നലെ അത് തോരൻ വെക്കാൻ പിച്ചെടുത്തത്. ഇലകൾ മാത്രം ഇട്ടിട്ട് തന്നെ അത്രയുണ്ട്. സാധാരണ ഒരു വീട്ടിലൊക്കെ തോരനോ
ഒക്കെ വെക്കുന്നതിന് അത്രയും മതി. പക്ഷെ ഇവിടെ നമ്മൾ 2 തരം തോരൻ കാണിച്ച് നമുക്ക് പച്ചക്കറി വേണ്ടുന്നത് കൊണ്ടാണ്, ഇങ്ങനെ ഷുഗർ ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ. ഓക്കെ, കണ്ടല്ലേ, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങളെ. കണ്ടല്ലേ, കറിയാവുന്നുണ്ടല്ലേ, കറിയുണ്ട്, നമ്മുടെ പച്ചക്കറി ഐറ്റം കൊണ്ട്. കണ്ട, ഇനി ചോറ്, നമ്മുടെ ചോറ് റെഡി. കണ്ട, ഈ മൺകലത്തിലാണ് നമ്മൾ അരി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.